ഞാൻ അമലച്ചന്തയാണ്. അപ്പോൾ നമ്മൾ രണ്ടാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ ചന്തയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ സുഹൃത്തുക്കളുണ്ട്. പോത്തുംകുട്ടികളെ എടുക്കണം. പുനലൂരിൽ നിന്ന് ആളുണ്ട്, മലപ്പുറത്തുനിന്നും ആളുണ്ട്. അപ്പോൾ അവർക്ക് പോത്തുകുട്ടികളാണ്. പോത്തുകുട്ടികളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ 1:30 മണി ആയതേ ഉള്ളൂ. എല്ലാത്തിനും ലാട്ട് കെട്ടി തുടങ്ങിയതേ ഉള്ളൂ. നമ്മളതിന് മുമ്പേ ചന്തയിലെത്തിയായിരുന്നു. 1 മണിയൊക്കെ ആയപ്പോഴേ ചന്തയിലെത്തിയായിരുന്നു. അപ്പോഴെല്ലാം പലതും പല സൈഡിലേക്ക് കിടക്കുമായിരുന്നു. മേനു വില 15 രൂപ ചോദിക്കുന്ന പോത്തുംകുട്ടികളുണ്ട്, 18 ചോദിക്കുന്ന പോത്തുംകുട്ടികളുണ്ട്, 21,000 രൂപ ചോദിക്കുന്ന പോത്തുംകുട്ടികളുണ്ട്, 27,000 രൂപ ചോദിക്കുന്ന പോത്തുംകുട്ടികളുണ്ട്. അത്യാവശ്യം നല്ല കൊമ്പന്തലയൊക്കെ വൃത്തിയുള്ള കുട്ടികളെന്താ ഈ ഭാഗത്ത് നിന്നിപ്പോൾ. അവരുടെ ചോദ്യമാണ്, നമുക്ക് മുതലാവുന്നവരെ നമുക്ക് പറയാം. ഒരു ലാട്ടിൽ 20ഉം 25ഉം കുട്ടികളൊക്കെ നിൽപ്പുണ്ട്. 3 സെക്ഷനായിട്ടാണ് കെട്ടിയിരിക്കുന്നത്. അവർ ചെറുത് വേറെ, മീഡിയം വേറെ, അതിൻ്റെ വലുത് വേറെ, അങ്ങനെയാണ് കെട്ടിയിരിക്കുന്നത്. അത് അപ്പുറ സൈഡിലും ഇച്ചിരി നല്ല മീഡിയം സൈസ് കുട്ടികളുണ്ട്. അത് 27 രൂപ മേനു വിലയാണ് ചോദിക്കുന്നത്. ആ ഭാഗത്ത് അവിടെ കെട്ടിയിട്ടുണ്ട്. മേനു വില 27 രൂപ ചോദിക്കുന്ന കുട്ടികളാണ് നിൽക്കുന്നത്. ഒരു കുള്ളൻ മൂരിക്കുട്ടൻ വന്നിട്ടുണ്ട്. അതിന് 30 രൂപയാണ് അവർ ചോദിക്കുന്നത്. 30,000 രൂപ അവർ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തത്. 30,000 രൂപയാണ് അവരുടെ ചോദ്യം. നല്ല രസമുണ്ട് അത് കാണാൻ, നടക്കുന്നത് കാണാൻ. മൂരിക്കുട്ടിയാണ്. അവർ 30 രൂപയാണ് ചോദിക്കുന്നത്. ആരും വേറെ വിലയൊന്നും പറഞ്ഞിട്ടില്ല. അവർ എത്രയെന്ന് വെച്ചാൽ 30 രൂപയെന്ന് പറഞ്ഞു. നല്ല രസമുണ്ട് അതിനെ കാണാൻ. 30,000 രൂപ ചോദിക്കുന്ന മുതലാണ് ഈ നിൽക്കുന്നത്. 30,000 രൂപ ചോദ്യം. അതിൻ്റെ കൊമ്പൊക്കെ നല്ല സൈസായിട്ട് വളർന്ന് ഒരുപാട് വന്നിട്ടുണ്ട്. 30,000 രൂപ ചോദിക്കുന്ന മുതലാണ് നിൽക്കുന്നത്. അതിന് നമുക്ക് കുറച്ച് പോത്തുംകുട്ടികളെ നോക്കി വില പറഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒന്നുകൂടെ പോയി നമുക്കൊന്ന് വില പറയണം. അങ്ങനെ നമ്മൾ വീണ്ടും പോത്തുംകുട്ടിയുടെ അടുത്ത് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ ഒരു സെലക്ഷൻ പോത്തുകുട്ടികൾ നമ്മളൊരു 10 എണ്ണം സെലക്ട് ചെയ്ത് മാറ്റുകയാണ്. കാരണം അവർ ഇടയ്ക്ക് കൊമ്പുള്ളതും നല്ല വൃത്തിയുള്ള കുട്ടികളൊക്കെ മിക്സ് ചെയ്താണ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്താണ് വാങ്ങുന്നത്. മേനു വില 21,000 രൂപ ചോദിച്ചതിൽ ഉള്ള കുട്ടികളെയാണ് നമ്മൾ എടുത്തത്. ഇപ്പോൾ കുട്ടികൾ ഇനി കുറച്ചേ ഉള്ളൂ. ഇന്ന് കുട്ടികളെ എടുക്കാൻ ആളുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വില വന്നത്. അവർക്ക് വിൽപ്പനയ്ക്കായതുകൊണ്ട് ഞാനത് വാങ്ങിയ വില പറയുന്നില്ല. എല്ലാം തന്നെ നമ്മൾ സെലക്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത് കുട്ടികളെ. പല ഇതിൽ നിന്നും നമ്മൾ നല്ല ചെറിയ കൊമ്പും നല്ല ഹൈറ്റ് കിടന്നിലുള്ള കുട്ടിയെ നോക്കി നമ്മൾ സെലക്ട് ചെയ്ത് മാറ്റുകയാണ്. എന്നാലും 10 എണ്ണം ഒരു വില പറഞ്ഞിരിക്കുകയാണ്. ഏകദേശം കച്ചവടം കുറച്ചിരിക്കുകയാണ്. 10 എണ്ണം നമ്മളതിൽ നിന്ന് സെലക്ട് ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. നല്ല കുട്ടികളാണ്, നല്ല വൃത്തിയുള്ള കുട്ടികളുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ ഇച്ചിരി കൊമ്പുള്ള കുട്ടികളും അവർ മിക്സ് ചെയ്താണ് അവർ കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളതിന് സെലക്ട് ചെയ്ത് മേടിക്കുന്നത്. സെലക്ട് ചെയ്ത് മേടിക്കുമ്പം എപ്പോഴും ഒരു കുട്ടീൻ്റെ പുറത്ത് 1,000-1,500 രൂപ വില കൂടുതലാണ്. നമ്മൾ മൊത്തത്തോടെ ഒരു വില പറഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും പൈസ കുറഞ്ഞ് കിട്ടും. ഒരു കുട്ടീൻ്റെ പുറത്ത് 1,500-2,000 രൂപ വരെ കുറവ് വരും. പിന്നെ എല്ലാം ഒത്ത് നോക്കി എടുക്കുന്നവർക്കാണ് വില കൂടുന്നത്. കൊമ്പൊന്നും മിശയില്ലാത്തവർക്ക് അത്യാവശ്യം ഇച്ചിരി വില കുറച്ച് കിട്ടും. നല്ല കുട്ടികളെ ഈ നിൽക്കുന്നതിൽ നല്ല കുട്ടികളെ നോക്കിയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇതൊക്കെ നല്ല വൃത്തിയുള്ള കുട്ടികളാണ്. നല്ല സൂപ്പർ കുട്ടികൾ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത്. ഇതിൽ ഇനി ഒരു 3-4 എണ്ണം കൂടെ സെലക്ട് ചെയ്യാനുണ്ട്. ഏകദേശം 3 മണി കഴിഞ്ഞതേ ഉള്ളൂ. ചന്തയിൽ കന്നാലി വന്ന് തുടങ്ങിയതുപോലും ഇല്ല. നമ്മളങ്ങോട്ട് പോയിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പോൾ ഇനിയും കുറച്ച് പോത്തുംകുട്ടികളുടെ വേണം. നമുക്ക് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് പോത്തുംകുട്ടികളെ വേണമെന്ന്. 1-2 പേർക്ക് വീഡിയോ ഒക്കെ അയച്ചു കൊടുത്താൽ അവർ ഇതുവരെയായിട്ട് വീഡിയോ നോക്കിയിട്ടുമില്ല, വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. ഇനിയിപ്പം നമ്മൾ ചന്തയിൽ നിന്ന് ഇറങ്ങുമ്പോഴായിരിക്കും അവർ വിളിക്കുന്നത്. പോത്തുകുട്ടിയെ വേണമെന്ന് പറയുകയും ചെയ്യും. എന്നിട്ട് വിളിച്ചാൽ ഫോണും എടുക്കില്ല. നല്ല കുട്ടികളുണ്ടായിരുന്നു. നല്ല സൂപ്പർ കുട്ടികൾ തന്നെയാണ് നിൽക്കുന്നത്. ഈ സമയത്തൊക്കെ നമ്മുടെ നാട്ടിൽ നല്ല ഉറക്കമായിരിക്കും എല്ലാവരും. പിന്നെ ഈ ഭാഗത്ത് കുറച്ച് ചെറിയ കുട്ടികളൊക്കെ നിൽപ്പുണ്ട്. അതിനൊന്നും നമ്മൾ നോക്കിയില്ല. വേറെ ആകെ ഒരു 2 കുട്ടി വേണമെന്ന് പറഞ്ഞ് അവർക്കും വീഡിയോ അയച്ചു കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഇതിൽ നിന്ന് 10 കുട്ടി നമ്മളെല്ലാം കൊമ്പും നല്ല വൃത്തിയുള്ള കുട്ടികളെല്ലാം സെലക്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ്. ഇനി ഒരു പെയിൻറ്റ് വാങ്ങി അതിനൊരു അടയാളം ചെയ്യണം, അല്ലെങ്കിൽ കുട്ടികൾ മാറിപ്പോവും. ഇനി കുറച്ച് നേരം വെളുത്തിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. അങ്ങനെതായി
നേരം വെളുത്തപ്പോഴുള്ള കോല ഇതാണ് നമ്മൾ വാങ്ങിയ കുട്ടികൾ 10 എണ്ണം. അത്യാവശ്യം നല്ല വൃത്തിയുള്ള കുട്ടികളെ നോക്കിയാണ് എടുത്തത്. ഒരു 21,000 രൂപ മേനി വിലയാണ് ചോദിച്ചത്. അത് നമ്മൾ സെലക്ട് ചെയ്ത് എടുത്തുകൊണ്ടാണ് അത്രയും വില അവർ പറഞ്ഞത്. എല്ലാവരും വിശ്രമിക്കട്ടെ. എന്നാലും ഇവിടുന്ന് ഒരു തനി വണ്ടി വിളിച്ച് പോകാമെന്ന് വിചാരിച്ച് നേരെ പുനലൂർ അവിടെയാണ് പോകുന്നത്. നല്ല കുട്ടികൾ തന്നെയാണ്. ഇവിടെ ഒരു പശു നിൽപ്പുണ്ട്. അതിനവർ 45 രൂപ ചോദിക്കുന്നുണ്ട്. 45 രൂപ ചോദിച്ച് നമ്മളൊരു 32,500 പറഞ്ഞായിരുന്നു. ഒരു കാങ്കയത്തിൻ്റെ ഒരു മൂരിക്കുട്ടി അവിടെ ഇപ്പോൾ ഉണ്ട്. 17,500 ചോദിക്കുന്നത്. 17,500 രൂപ ചോദിക്കുന്നുണ്ട്. നമ്മൾ 9 രൂപ പറഞ്ഞതിന്. പശു വില കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട്. 32,500 വരെ പറഞ്ഞിരിക്കുകയാണ്. അല്ല, പാലുള്ള പശു എന്നാണ് പറഞ്ഞത്. 2ാം പേരെന്നാണ് പറയുന്നത്. പക്ഷേ പല്ലൊക്കെ പിടിച്ച് നോക്കിയിട്ട് കുഴപ്പമില്ല. വളർത്തുകാർക്ക് പറ്റിയ നല്ല ഒരു പശുവാണ്. മൂരിക്കുട്ടികളും പശുക്കുട്ടികളൊക്കെ ഇന്ന് കുറവായിരുന്നു ഇന്ന് ചന്തയിൽ. എന്തായാലും ഈ പശു നമുക്ക് കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട്. മണി 7:30 ഞാൻ എന്തായാലും ചന്തയിൽ നിന്ന് ഇറങ്ങാൻ പോകണം. ഇന്ന് കന്നാലി കുറവ് തന്നെയായിരുന്നു. വലിയ കന്നാലികൾക്ക് വില കൂടുതൽ തന്നെയാണ്. കുറേ ആഴ്ചയായിട്ട് നമ്മൾ 2 ആഴ്ച കൊണ്ട് വന്നില്ലായിരുന്നു. അങ്ങനെ നമ്മൾ വാങ്ങിയ പോത്തുംകുട്ടികളെല്ലാം വണ്ടിക്കാരെ ഏൽപ്പിച്ച് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് ചെറിയ കുട്ടികളിവിടെ നിൽപ്പുണ്ട്. 15 രൂപ വെച്ച് ചോദിക്കുന്നുണ്ട് മേനി വില. നമ്മൾ 9 രൂപ വരെ 9 രൂപ വെച്ച് പറഞ്ഞിട്ട് അവർ കൊടുക്കുന്നില്ല. ലാസ്റ്റ് 12,500 വേണമെന്ന് പറയുന്നുണ്ട്. 12 രൂപ വെച്ചാണ് എല്ലാം എടുത്തോളാന്ന് പറയുന്നത്. ഈ ഒരു ചെറിയ കുട്ടിക്ക് നമ്മൾ 5,000 രൂപ പറഞ്ഞ് ഒരു 9 രൂപ കുറച്ച് തരൂലെന്ന് പറയണേ. 5,000 രൂപ വരെ പറഞ്ഞ്. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള എടുത്തു കഴിഞ്ഞാൽ നാട്ടിലെത്തുന്ന കാര്യം പാടാണ്. പകുതിയിലേക്ക് വെച്ച് ചത്തുപോകും ചൂടായതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ വലുതായിട്ട് ബലം കൊടുത്തില്ല അതിന്. ഈ കുട്ടികളൊന്നും കുഴപ്പമില്ല. അത്യാവശ്യം ഒരു 10 രൂപയ്ക്ക് കിട്ടിയാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അവർ 12 രൂപ കുറച്ച് കൊടുക്കില്ലെന്നാണ് പറയുന്നത്. എന്തായാലും നമ്മൾ ഈ ആഴ്ച ചന്തയിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച്. കുട്ടികളൊക്കെ ഇനിയും നിൽപ്പുണ്ട്. കുറച്ച് കുട്ടികളൂടെ ഉള്ളു. ഇന്ന് പോത്തും കുട്ടികളെ എടുക്കാൻ ആളൊരുപാടുണ്ടായിരുന്നു. എല്ലാത്തിനും വില കൂടി നിൽക്കുന്ന സമയം തന്നെയാണ്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക.